ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഓഫ് ഡേ ദിവസം ഉള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. വേറെ ഒന്നും തന്നെ വേണ്ട. ഓഫ് ഡേ ദിവസം ആകെ ചെയ്യാൻ തോന്നുന്ന ഒരേ ഒരു കാര്യം ഒന്ന് നന്നായി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. സോ ചോറിൻ്റെ കൂടെ കൂട്ടാനോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. ഇത് മാത്രം, ഈ മസാലയും ഈ വഴുതനങ്ങയും മാത്രം പുരട്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചോറുണ്ണാം. അത്രയ്ക്ക് രുചിയായിട്ടുള്ള ഈ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റാണ്. അതായത് എനിക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ എന്താ പറയുക, വേറെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഒരു പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. എനിക്കിത് ദോശയുടെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ്, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ്. ആ മസാല തന്നെ വളരെ നല്ല ഒരു ടേസ്റ്റാണ്. സോ ഒരു ഓഫ് ദിവസം കിട്ടുന്നത് വളരെ വളരെ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോഴൊക്കെ ഓഫ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഓരോ മിനിറ്റും ഞാൻ എല്ലാ കാര്യവും ചെയ്ത്, മക്കളുടെ കാര്യം ചെയ്ത്, വീട്ടിലത്തെ എല്ലാം മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഓഫ് ദിവസങ്ങൾ നമുക്കിതാവുന്നത്. സോ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. എന്താണ് ആ സൂപ്പറായിട്ടുള്ള റെസിപ്പി എന്ന് നമുക്ക് നോക്കാം. വലിയ വഴുതനങ്ങ കിട്ടില്ലേ, ആ വലിയ വഴുതനങ്ങ എടുത്തോളൂ. ഒരെണ്ണത്തിനെ 3 ആക്കിയാൽ മതി. ഓക്കെ, കൂടുതൽ ഇതാക്കണ്ട. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വഴുതനങ്ങ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചോളൂ, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വലിയ വഴുതനങ്ങയിൽ ഇങ്ങനെ ഒരു പീസായിട്ട് കഴിക്കുന്ന സമയത്ത് നല്ലൊരു രുചി ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. ഇനി ആ പീസാക്കിയതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക, നല്ലൊരു ടെക്സ്ചറും പിന്നെ എന്താണ് പറയുക, ഈ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കൽ മാത്രമല്ല, പിന്നെ നമുക്ക് എന്താ പറയുക, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉള്ളിൽ വേവാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം. ഓക്കെ, ഈ ആക്കിയെടുത്ത എല്ലാ വഴുതനങ്ങയും ഇങ്ങനെ കമഴ്ത്തിയായിട്ടുള്ള രീതിയിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. നല്ല തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ ആക്കി വെച്ചാൽ കറുക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടുള്ളൂ. ഇനി ഈ 2 വഴുതനങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ, വലിയ ഒരു സവോള ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഓക്കെ, കുറേ അങ്ങോട്ട് പേസ്റ്റ് പോലെ വെണ്ണ പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്കൊന്ന് ചതച്ചെടുക്കണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ചതച്ചെടുത്തത് നമ്മൾ എടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിൽ ഈ വഴുതനങ്ങ മുഴുവൻ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ചതച്ച പോലെ ആക്കിയില്ലേ, ആ ചതച്ച പോലെ ആക്കിയതിനെ നമുക്ക് നമ്മുടെ വഴുതനങ്ങയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വഴുതനങ്ങയുടെ മുകളിലേക്ക് നമ്മൾ ഓരോ സ്പൂണ് വീതം ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ മുറിച്ചിരിക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് ഉള്ളതെന്ന്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ മസാല ഇറങ്ങും, അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ ഞാൻ മസാല എല്ലാത്തിലും ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാല ജാസ്തി ആക്കിയിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മസാല മാത്രം വഴറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കഴിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, നമ്മൾ ഇതുവരെയ്ക്ക് ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഇത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ വഴുതനങ്ങയിലേക്ക് എല്ലാത്തിലേക്കും അങ്ങോട്ട് പിടിപ്പിക്കുക. എന്നിട്ടൊരു 3 മണിക്കൂർ അങ്ങോട്ട് കണ്ണടച്ച് അങ്ങോട്ട് വിട്ടോളൂ. ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും റെസ്റ്റിംഗ് പീരീഡ് കൊടുത്താൽ ഈ വഴുതനങ്ങ സൂപ്പറായിരിക്കും. ഞാനിതിനെ അങ്ങനെ എടുത്തിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഓരോന്നായിട്ട്, അല്ലെങ്കിൽ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ, അതിനാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക. ഇനി അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക.
കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എക്സ്ട്രാ മസാല ഉണ്ടെങ്കിൽ നന്നായിരിക്കുന്ന ആ എക്സ്ട്രാ മസാലേനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ വഴുതിനിങ്ങ നമ്മളൊന്ന് ചോറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ വഴറ്റി നന്നായിട്ട് തെളിഞ്ഞ ആ ഒരു മസാലേനെ നമുക്ക് നന്നായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്തിട്ട് നമ്മൾ തൊട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ മസാല സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആക്കിയിട്ട് എടുക്കൂ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇനി ഇതാ ചൂട് ചോറിൽ നമുക്ക് ആ വഴുതിനിങ്ങയും ആ മസാലയും കൂടിയിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. അപ്പോൾ ആ പ്ലേറ്റ് അവൻ എടുത്ത സ്ഥിതിക്ക് ഒരു ഓഫ് ഡേ. ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഡിഷസ് ഞാനും മനുവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. ബാക്കിയുള്ളവര് ഇതിന്റെ കൂടെ അക്കംപനിമെന്റ്സ് ഒക്കെ ഒരുപാട് വേണം. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ബാങ് സൂപ്പർ. സൂപ്പർ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോ വലുതായിട്ട് നിങ്ങൾക്ക് മുറിക്കണ്ടെന്നുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. നമുക്ക് ഒരു ഒഴിവ് കിട്ടുന്ന ദിവസം എല്ലാം പതുക്കെ എന്നിട്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye.